ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബേബിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്നാണ് ബേബിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സയാന് അന്ന് പനിയായിരുന്നു, അതുകൊണ്ട് പാവം പറ്റണ പോലെയൊക്കെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിതിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോസും അവർ എഡിറ്റ് ചെയ്ത് തരും. 5,000 പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ, 3,000 പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ഫോട്ടോസും നമുക്ക് എഡിറ്റ് ചെയ്യാതെ അവർ അയച്ചു തരും. അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ ഉറക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഒരു സ്കില്ല് തന്നെയാണ് കേട്ടോ. കാരണം ഉറക്കാനും എല്ലാത്തിനും ഒരു നാക്കുണ്ട് അവർക്ക്. പിന്നെ ഒരു ബാക്കിലുള്ളൊരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് ഉറക്കുന്നത് കേട്ടോ. പിന്നെ സയാൻ്റെ ടൈമിൽ ഞാനിങ്ങനെ ബേബി ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, നടന്നില്ല. കാരണം ആ ഒരു ടൈമിൽ ഭയങ്കര കോവിഡൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പേടിയായിട്ട് പിന്നെ ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ബേബിക്ക് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു. ബേബീസിനെ ഇങ്ങനെ കറക്റ്റ് റാപ്പ് ചെയ്ത് എടുക്കുന്നതൊക്കെ ഭയങ്കര ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ തവണ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്യാനൊക്കെ, പക്ഷേ എനിക്കിങ്ങനെ പറ്റിയിട്ടില്ല. ന്യൂ ബോൺസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ബേബീസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ. കുറേ അധികം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബേബി ഫോട്ടോഷൂട്ട്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ഫോട്ടോ ഫ്രെയിം കേട്ടോ. ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.